യൂത്ത് ജൂനിയർ ടീമുകളിലൂടെയുള്ള ലയണൽ മെസ്സിയുടെ മിന്നൽ വേഗത്തിലുള്ള വളർച്ച ബാഴ്സലോണയുടെ അകത്തളങ്ങളിൽ വെറുമൊരു സംസാര വിഷയമായിരുന്നില്ല, മറിച്ച് ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു പ്രവചനമായിരുന്നു. റൊസാരിയോയിലെ പ്രതിസന്ധികളെ അവൻ സധൈര്യം മറികടന്നു. വളർച്ചാ ഹോർമോൺ കുറവിന്റെ ഭീഷണികളെ ഫുട്ബോളിനോടുള്ള അഭിനിവേശം കൊണ്ട് അവൻ നേരിട്ടു. 13-ാം വയസ്സിൽ ഒരു നാപ്കിൻ പേപ്പറിൽ ഒപ്പിട്ട കരാറിലൂടെ യൂറോപ്പിലെത്തി. ലാ മാസിയയുടെ പടികൾ അതിവേഗം കയറിയ ആ 17-കാരന് മുന്നിൽ ഇനിയൊരു വാതിൽ മാത്രമേ തുറക്കാനുണ്ടായിരുന്നുള്ളൂ: ബാഴ്സലോണയുടെ സീനിയർ ടീം. അതൊരു വെറുമൊരു ടീമായിരുന്നില്ല, ലോകത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ ക്ലബ്ബുകളിലൊന്നിന്റെ, ലോകം മുഴുവൻ ആരാധിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം. വർഷങ്ങൾ നീണ്ട പോരാട്ടങ്ങൾക്കും കളിയോടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത അഭിനിവേശത്തിനും ശേഷം കാത്തിരുന്ന ആ ചരിത്ര നിമിഷം ഒടുവിൽ വന്നെത്തിച്ചേർന്നു. 2004 ഒക്ടോബർ 16. ദിവസം, സമയം, സ്ഥലം. ഫുട്ബോളിന്റെ ചരിത്രം കുറിക്കപ്പെടാനായി അവയെല്ലാം തയ്യാറെടുത്തു. ബാഴ്സലോണയുടെ ഹോം ഗ്രൗണ്ടായ മോൺജുയിക്ക് സ്റ്റേഡിയം ആ ചരിത്രത്തിന് സാക്ഷ്യം വഹിച്ചു. കളിനഗര വൈരികളായ എസ്പാനിയോളുമായി ബാഴ്സലോണ കളിക്കുന്ന കറ്റാലൻ ഡെർബി. അതൊരു സാധാരണ മത്സരമായിരുന്നില്ല, വികാരങ്ങളുടെ കൊടുങ്കാറ്റായിരുന്നു അവിടെ. കളി അവസാനിക്കാൻ മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ മത്സരത്തിന്റെ 5-ാം മിനിറ്റിൽ ലഭിച്ച ഒരു ലീഡ് ബാഴ്സലോണ നിലനിർത്തിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് ബാഴ്സലോണയുടെ അന്നത്തെ കോച്ച് ഫ്രാങ്ക് റൈക്കാർഡ് സൈഡ് ലൈനിൽ ഒരു നിർണായക മാറ്റം വരുത്തിയത്. ക്ലബിന്റെ സൂപ്പർ താരവും പോർച്ചുഗൽ മാന്ത്രികനുമായ ഡെക്കോ ആ മത്സരത്തിൽ തളർന്ന ശരീരത്തോടെ പുറത്തേക്ക് നടന്നു നീങ്ങുന്നത് കണ്ടപ്പോൾ പകരക്കാരനായി ഒരു യുവതാരത്തെ ഇറക്കാൻ റൈക്കാർഡ് തീരുമാനിക്കുകയായിരുന്നു. ഈ മാറ്റം എല്ലാവരെയും ആകാംക്ഷയിലാഴ്ത്തി. ഡെക്കോയുടെ സ്ഥാനം ഏറ്റെടുക്കാൻ പോകുന്നത് ആരാണ്? സ്റ്റേഡിയത്തിൽ ഗാലറിയിലെ ആയിരങ്ങളുടെ മനസ്സിൽ ഒരു നേരിയ മൗനം തളം കെട്ടി. എല്ലാവരും സൈഡ് ലൈനിലേക്ക് ഉറ്റുനോക്കി. അവിടെ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാകാൻ കാത്തുനിൽക്കുന്ന ഒരു 17-കാരനുണ്ടായിരുന്നു. സൈഡ് ലൈനിലൂടെ നെഞ്ചിൽ ചെറിയൊരു പേടിയോടെയെങ്കിലും കളിയോടുള്ള അഭിനിവേശം ആ കണ്ണുകളിൽ ജ്വലിച്ചു നിന്നു. ഒരുതരം നാണത്തോടെ അവൻ കളിക്കളത്തിലേക്ക് പ്രവേശിച്ചു. ലയണൽ മെസ്സി 30-ാം നമ്പർ ജേഴ്സിയിൽ ഡെക്കോയുടെ കൈകൾ തട്ടി ലിയോ കളിക്കളത്തിലേക്ക് ഓടിക്കയറി. വെറും 17 വയസ്സും 3 മാസവും 22 ദിവസവും മാത്രം പ്രായമുള്ള ലിയോ ബാഴ്സലോണയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അരങ്ങേറ്റക്കാരിൽ ഒരാളായി ആ നിമിഷം മാറി. കളിക്കളത്തിൽ ഡെക്കോയുടെ സ്ഥാനമേറ്റെടുത്ത അവൻ തന്റെ അരങ്ങേറ്റ നിമിഷത്തിൽ പോലും ഒരു ഭയവും കാണിച്ചില്ല. പരിശീലനക്കളരിയിൽ അവൻ നേടിയെടുത്ത ആത്മവിശ്വാസം അവിടെ പ്രകടമായി. അവന്റെ ഓരോ പാസിലും പന്തിലുള്ള അവന്റെ നിയന്ത്രണത്തിലും ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. എതിരാളികളുടെ ശ്രദ്ധ ആ ചെറിയ രൂപത്തിലേക്ക് പോയപ്പോൾ അവൻ തന്റെ കാലുകളിലെ മാന്ത്രിക വേഗത കൊണ്ട് അവരെ കബളിപ്പിച്ചു. അവൻ അവരെ നെട്ടിച്ചു കളി തുടർന്നു. ലഭിച്ച വെറും ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ലിയോ താൻ സീനിയർ ടീമിൽ കളിക്കാൻ യോഗ്യനാണെന്ന്, പൂർണ്ണമായും അർഹനാണെന്ന് തെളിയിച്ചു. അങ്ങനെ റൊസാരിയോയിലെ ദാരിദ്ര്യത്തിന്റെ തെരുവുകളിൽ നിന്നും വളർച്ചാ ഹോർമോൺ കുറവിന്റെ ഭീഷണികളിൽ നിന്നും ഒരു 13-ാം വയസ്സിൽ നാപ്കിൻ പേപ്പറിൽ ഒപ്പിട്ട കരാറിലൂടെയും കടന്നുവന്ന ആ നീണ്ട യാത്ര ബാഴ്സലോണയുടെ വിശുദ്ധ മൈതാനത്തിൽ പ്രൊഫഷണൽ ഫുട്ബോളിന്റെ ഏറ്റവും വലിയ സ്വപ്നമായി സാക്ഷാത്കരിക്കപ്പെട്ടു. ഇതൊരു വെറും അരങ്ങേറ്റമായിരുന്നില്ല, ഇത് ഫുട്ബോൾ ലോകം അടുത്തറിയാൻ പോകുന്ന ഒരു യുഗത്തിന്റെ പിറവിയായിരുന്നു. ലോക ഫുട്ബോളിന്റെ ചരിത്രം തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു താരോദയത്തിന് കാലം സാക്ഷ്യം വഹിച്ച നിമിഷം. അരങ്ങേറ്റം കഴിഞ്ഞു. ഇനി ആ നിമിഷമാണ് സീനിയർ ടീമിനായുള്ള ആദ്യ ഗോൾ. ഓഫ് സൈഡിൽ നിഷേധിക്കപ്പെട്ട ഗോൾ. പക്ഷേ ഫുട്ബോൾ ദൈവം വീണ്ടും അവസരം നൽകി. അടുത്തറിയാം റൊണാൾഡീഞ്ഞോയുടെ തോളിലേറിയ മെസ്സിയുടെ ആദ്യ മാന്ത്രിക സ്പർശം. ഈ ഇതിഹാസ യാത്രയിൽ ഞങ്ങളോടൊപ്പം ചേരാൻ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.